ചോദിച്ചാല് എന്റെ ഹൃദയത്തെ കണ്ടു. കുഞ്ഞോള് പാവുണ്ട്. അപ്പൊ നമുക്കിതാ അൻഷിഫ് ഇതാ ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കുഞ്ഞോളെ സ്പെഷ്യലി ഒന്ന് കഴിക്കാൻ കഴിഞ്ഞിട്ടോ. എങ്ങനെയുണ്ട്? ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാട്ടോ. സ്പെഷ്യൽ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വിരുന്നുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ലിറ്റിൽ നെയ്ച്ചോർ ആൻഡ് ലിറ്റിൽ ചിക്കൻ. പപ്പടനോട് കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പൊ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഓളെ തടി കണ്ടിട്ടാ ചോദിച്ചേ. ചീത്തച്ചാറ് കുറച്ച് സുർക്കിലിട്ട സാധനം അല്ലേ? സുർക്കിലിട്ട സാധനം. അപ്പൊ അതെ പൊന്തിച്ചു വെസ്റ്റേൺ കൾച്ചർ ഫാമിലി ചിഞ്ചു കുഞ്ഞോളെല്ലാരും വരും. കമ്പനിക്ക് കാപ്പുണ്ട്. അപ്പൊ എന്തായാലും ഇത് സ്പെഷ്യൽ ഉണ്ടാക്കിയ നമുക്ക് പറയലേ ടേസ്റ്റ് ഉണ്ടോന്ന്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയില്ല ടേസ്റ്റ്. ചോറ് തിന്നുന്ന ആകാശവാണി വീഡിയോ മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ കൂടെ പോയാലേ ഇവിടെ ആദ്യം ഫുഡ് ഒന്ന് വീഡിയോ അങ്ങനെ എടുക്കും. ഞാൻ അതിങ്ങ് നോക്കിക്കും. ഫുഡ് എടുത്ത് കഴിയുന്നവരെ കഴിയൂല. കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റും. ഇവിടെ സ്ലോലി കഴിക്കുന്ന ആളാണ്. ഞാനാണ് സ്പീഡിലും കഴിക്കും. അത് കണ്ടില്ല, ശരീരത്തിൽ കാണാല്ലേ. ആരോഗ്യമില്ല എന്റെ അല്ല നമ്മള് രണ്ടാളും അപഗ്രഥനം ചെയ്യാം. അവിടെ ഇരുന്നോളൂ. കുഞ്ഞോളെ 2-3 മിനിറ്റ് കയറി കിട്ടിയാ മതി. പിന്നെ ആ ഭാഗത്ത് കയറി കുടിച്ചോ. അതുപോലെ അധികം തിന്നൂല. ആള് വരും ഭക്ഷണം കൊടുക്കുന്നത് ക്യാമറ ഓൺ ആക്കിയിരുന്നു. അപ്പൊ ഓർക്ക് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ തിന്നാൻ പറ്റൂലല്ലോ. നമ്മൾ എത്ര തിന്നത് ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റാൻഡേർഡ് പോണേ പോട്ടത്. ഇപ്പൊ അപ്പടത്തൊക്കെ വെച്ചെടുക്കേ പറയുമ്പോഴത്തേന് പോണ സാധനമാണോ ഡെസ്ബി സ്റ്റാൻഡേർഡ്? പപ്പടം കഴിക്കുന്നോ? 5 ഉള്ളൂ. 2 അച്ചാറ് കുഞ്ഞോട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി. ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങള് വന്നപ്പോ കുഞ്ഞോളെ മാത്രം പറ. ഞാനതല്ലേ ചിഞ്ചു അല്ലെങ്കിൽ നമ്മുടെ ചിഞ്ചു കുഞ്ഞോളെ 2 പേര് കുട്ടികളെ വെച്ചിട്ടാണ് ഇത്ര പെട്ടെന്ന്. ഈ 2 യുവതികൾക്ക് വേണ്ടി ആ 2 യുവതികൾ ചെറിയ 2 കുട്ടികളെ വെച്ചിട്ട് ഇത്ര പെട്ടെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. 2 3 ചെറിയ 2 കുട്ടികളും 3 അല്ല 4. അതല്ല കാക്കു 4 വന്ന് കാക്കുനാണ്. 4 ഇല്ലേ? ഇനായ അബ്രോ ജുബ്രോ ഇത് വെച്ചെടുക്കും. ഇതൊക്കെ വെച്ചാണല്ലോ നിങ്ങൾ ഉണ്ടാക്കണത്. ആ വെള്ളല്ല. പിന്നെ ഉമ്മാനെ കാണാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ നിങ്ങള് വരുമ്പോത്തിന് പോകുമ്പോത്തിനൊക്കെ വരും. അല്ല എന്ത് പറഞ്ഞാക്കോ വിളിച്ചാണ്ട് അപ്പൊ ഇമ്മ തന്നെ സോഡിയം കാറ്റിൻ്റെ ചിലപ്പോൾ വല്യമ്മക്ക് ഇപ്പൊ ഗ്ലൂക്കോസിലിട്ടൊക്കെയാണ്. ക്ഷീണം. ഇന്ന് രാവിലെ നീച്ചപ്പോ ഇങ്ങനെ കൈയും കാലൊക്കെ വിറയ അറിയുന്നുണ്ട്. ഇന്നലെ ഒരു വട്ടം ഹോസ്പിറ്റൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ട് പോന്നതാണ്. നെയ്ച്ചോർ പൊളി സൂപ്പർ സാധനം. ജയിക്കൊക്കെയാണ് ഇതിൽ 3 ഒത്തുവച്ച്. ഞാനാണല്ലോ ക്യാമറമാൻ. ചിഞ്ചു
കാക്കും ഇങ്ങനെ കാട്ടും അങ്ങനെ ചോയറ്റും ഇങ്ങനെ ഇട്ട് വാവ് അച്ചാർ പൊള്ളിയില് അല്ല മൊത്തത്തിൽ സൂപ്പർ അഞ്ഞോളെ. ഞാൻ സത്യം ആദ്യമായിട്ടാണ് ഇത്ര ചോറ് വെക്കണേ. നമ്മള് രാവിലെ സാധാ ഇങ്ങനെ ചോറ് വെക്കാന്നല്ലാതെ ആരേലൊക്കെ വരുമ്പോ കൂട്ടാനും താളിപ്പ് ഉണക്കമീൻ ആ കൊടുത്താൽ മതി വിൽക്കാ ചെയ്യല്. രാവിലെ വിളിച്ചിട്ട് അയിലമീൻ ഉപ്പേരിയും കറിയും മീനാണ് റോള്. പിന്നെ പക്ഷെ എന്നാലും നമ്മള് ഇങ്ങക്ക് അങ്ങനെ മീൻ തരാൻ പറ്റില്ലല്ലോ. അവര് വെറൈറ്റി കൊണ്ടേ അതെ ഞാനേ ഇന്നലെ കളി 7 മണിക്ക് വിളിച്ചത്. എത്രയാണോ ഞാൻ ഫസ്റ്റ് കണ്ടു. ഞാൻ മൈൻഡ് ചെയ്യാൻ വെച്ച് പിന്നെ സോബ്ലം വിളിക്കണേ. സോബ്ലം മൈൻഡ് ചെയ്തില്ല. കൂട്ട് വിളിച്ചു മൈൻഡ് ചെയ്തില്ല. കൂറ്റനോട് വന്നവിടെ ഓലൊക്കെ ഇങ്ങനെ കളി കാണാതെ പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങുക. എന്നിട്ട് പിന്നെ ഓല് നമ്മള് തുറങ്ങുമ്പോ ഓല് വിളിച്ചു കാണ്ട് ഓല് നേരം വെളുത്താൻ തേച്ചു. ആ ഞാൻ പറ്റി പിടിച്ചാലോ പനൊക്കെ കൂത്തുള്ളത്. ഇത് പറ്റി പിടിച്ചാലില്ല. ഓരോ റൂമില് വേലിട്ടിക്ക നടുക്കൊരു മതിലിട്ടിക്ക. പുതിയൊരു കുട്ടിയുമായി കുട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല, കുട്ടികൾ. നമുക്കൊന്നുമില്ലതല്ല, നമുക്ക് 100 ആള്. അല്ല നല്ലൊരു പ്ലാനാണ്. പുതിയ വീട്ടിൽ പുതിയ കുട്ടി ഇപ്പം ഈ ചത്തലാണ് കൊണ്ടുപോണ്ട. ഗോളി കൂടെ കുറച്ച് തിന്നോട്ടെ. ഏതാ ഗോളല്ലേ പേര അതിന് പല വേണം. കഴിച്ചോട്ടെ. ഡെലിവറി ഇത്ര കഴിഞ്ഞല്ലോ, അതുകൊണ്ട് പിന്നെ സുഖമായിട്ട് ഉപ്പിട്ട ടെൻഷൻ. ഇവിടെ ആർക്കും അത്ര ഇഷ്ടമില്ലായിരുന്നു. എല്ലാവർക്കും ഭയങ്കര കണ്ടില്ലേ ഒരു മടിയില്ലേ ആ ചില വാണ്ടോളം കണ്ടുപോയിക്കോളിട്ടോ, പൈസ മുതലാക്കി പൈസ ഇതിന്റെ കോളം നോക്കി ആരൊക്കെ മേക്കപ്പ് ചെയ്തത്? ആരെ മേക്കപ്പ് ചെയ്ത്? ഞങ്ങൾ പുറത്തുനിന്ന് ആരും വിളിച്ചില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്യല? ഇപ്പൊ മാറി, ഇപ്പൊ പാവാൻ മനസ്സിലായി. കുറച്ച് കൂടിയിട്ടാണത്. എന്തിനപ്പോ ദേഷ്യം പിടിക്കുന്ന? ഫുഡിനോ കളറിനോ? വരാൻ സ്ഥലം എവിടെ? നീ നാളെ പോവാ. ഞങ്ങള് വിരുന്നാരൊന്നുമല്ല, ആ ഞങ്ങളെ സ്വന്തക്കാര്. അങ്ങനെയൊന്നുമില്ല. എവിടെ നിക്കാം കിടക്ക നമ്മള് ഒന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കണ്ടേ? ഇരുന്നില്ലല്ലോ. കീശേരി വന്നിട്ട് മേക്കപ്പ് ചെയ്തിരുന്നേ. പറഞ്ഞ ഡ്രസ് എടുത്ത് പറയണ്ടേ, നമ്മള് ആ ഏരിയ ഇങ്ങനെ നടക്കണ ആൾക്കാര്. ഞാൻ പറക്കൊന്നും പോരുന്നാ
എന്താ ലിപ്പിലൊക്കെ എന്താ ലിപ്സ്റ്റിക് ഇട്ടാ ഈ ഞങ്ങള് കൂടെ പോരാൻ വേണ്ടിട്ടാ ചെരുപ്പിടുന്നേ പറയ് നമുക്ക് ഒറ്റക്ക് ചെരുപ്പൊക്കെ ഇടല അറിയല്ലേ എന്റെ കമ്പനിയിൽ എന്തായിക്കാന്ന് ചോദിച്ചാല് എന്റെ ഹൃദയത്തെ കണ്ടു. കുഞ്ഞോള് പാവണ്ട്. രാത്രി ഞങ്ങള് സത്യം പറഞ്ഞ കൊറേ യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഒരു ശരിക്കും സ്ക്രീനിൽ വേറെയും ലൈഫിൽ വേറെ. പക്ഷെ ഇത് സ്ക്രീനിലായാലും നേരിട്ടായാലും ഒക്കെ ചളി. എങ്ങനെയാണ് ഇതിനെ സഹിക്കണങ്ങള്? എങ്ങനെ സഹിക്കണേ അതൊന്ന് പറഞ്ഞ കുഞ്ഞോളെ. അല്ല കുഞ്ഞോളെ കുഞ്ഞോളും ചിഞ്ചോളും പറയൂ ഇതിനെങ്ങനെ സഹിക്കുന്നു. അതിന്റെ ഗ്ലാസ് ഉണ്ടായ പൊടി മാറും. ഗ്ലാസ് അത് വെക്കാതെ പുറത്തന്നെ പോല. എനിക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഒരു ഇതിനോട് എന്താണ് എനിക്ക് പറയാനുള്ളത്? ഏതിനോട്? ഞങ്ങളോടുമായിട്ട് സംസാരിച്ചതിന്, ഞങ്ങളെ കണ്ടുമുട്ടിയപ്പോഴുള്ള ഞങ്ങളുമായി സഹകരിച്ച സ്ഥാപനം എന്നൊക്കെ പറഞ്ഞു.